بسم الله الرحمن الرحيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد സ്നേഹാദരവുകൾ നിറഞ്ഞ ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു തആല നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. പുണ്യ റമളാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും അനുകൂലമാക്കി തരട്ടെ. നമ്മുടെ അമലുകൾക്ക് അല്ലാഹു എല്ലാ ആനുകൂല്യങ്ങളും തന്നനുഗ്രഹിക്കട്ടെ. നമ്മുടെ മരണപ്പെട്ടവർക്കും നമുക്കും നരകമോചിതർ എന്ന പദവി അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പരിശുദ്ധ റമളാൻ നോമ്പ് നമ്മുടെ മുന്നിൽ വിഭാവനം ചെയ്യുന്ന ഒരു വിശുദ്ധി, ശരീരത്തിന്റെ ആരോഗ്യപരമായ ഒരു മികവിൽ മാത്രമല്ല, ആ വിശുദ്ധി നമ്മുടെ ഖൽബ് നന്നാവാനാണ് നോമ്പ് അല്ലാഹു നിർബന്ധമാക്കിയത് എന്നാണ് ഖുർആൻ പറഞ്ഞത്. കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലൽ ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഹൃദയം നന്നാവാനാണ് അല്ലാഹു നോമ്പ് നമുക്ക് നിർബന്ധമാക്കിയതെന്നാണ് ഖുർആൻ പറഞ്ഞത്. ഹൃദയത്തിന്റെ നന്നാവൽ എന്നത് ഈമാനിന്റെ ഉത്തേജനമാണ്. ഈമാൻ എന്ന് പറയുന്ന ഒരു വലിയ അനുഭവം നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. ഈമാൻ എന്ന വാക്കിന് കൃത്യമായ അർത്ഥം പറയാൻ തന്നെ കഴിയില്ല. ഈമാൻ ഒരു അനുഭവമാണെന്നാണ് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അനുഭവിച്ച് അറിയുന്നത്, അനുഭവിച്ച് തിരിയുന്നത്, അത് അനുഭവിച്ചാലേ അറിയൂ, അനുഭവിച്ചാലേ അത് തിരിച്ചറിയൂ. അങ്ങനത്തെ ഒരു അനുഭവത്തെയാണ് ഈമാൻ എന്ന് പറയുന്നത്. കുഞ്ഞിലേ മുതൽ നമ്മൾ കേട്ട ഒരു വാക്കാണ് ഈമാൻ, ഈമാൻ, ഈമാൻ എന്ന്. സാധാരണക്കാരന്റെ ജീവിതത്തോട് ഈ ഒരു പ്രയോഗം വല്ലാതെ ചേർന്ന് നിൽക്കാണ്. യഥാർത്ഥത്തിൽ ഈമാൻ എന്ന വാക്ക് പരിഭാഷകൾക്കപ്പുറമാണ്. പരിഭാഷ കൊണ്ട് പറയാൻ കഴിഞ്ഞാൽ വിശ്വാസം എന്നാണ് അതിന് പറയാം. യഥാർത്ഥത്തിൽ വിശ്വാസം എന്ന് പറയാൻ കഴിയില്ല. കാരണം ഏതൊരു സമുദായത്തിൽപ്പെട്ടവനും അവന്റെ ഈശ്വരനിൽ വിശ്വസിക്കാണ്. അതിനെ ഈമാൻ എന്ന് പറയാൻ പറ്റില്ല. ഈമാൻ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസം എന്ന് പറഞ്ഞാലും അവിടെയും അതിന്റെ അർത്ഥം പരിപൂർണമല്ല. ഈമാൻ എന്നതിന് നാം ഇന്ന് എന്തൊക്കെ പ്രയോഗങ്ങൾ നടത്തി അതിനെ പരിഭാഷപ്പെടുത്താൻ ശ്രമിച്ചാലും അതിൽ പരിമിതമായ താൽക്കാലികമായ പരിചയപ്പെടുത്തലുകൾ മാത്രമാണ് സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈമാൻ എന്നത് ഒരു അനുഭവമാണ്. ഈമാൻ മധുരം എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മധുരം എന്നത് പറയാനോ മധുരം എന്നത് എഴുതി അവതരിപ്പിക്കാനോ കഴിയില്ല. അത് അനുഭവിച്ചാലാണ് അനുഭവിച്ചവനോട് പറയാൻ കഴിയാൻ. ഈ രീതിയിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈമാനിനെ കുറിച്ചൊന്ന് ആഴ്ന്ന് ചിന്തിച്ചാൽ അതിൽ നിന്ന് കിട്ടാവുന്ന എന്തൊക്കെ നേട്ടങ്ങളുണ്ടോ അതിനു വേണ്ടിയിട്ടാണ് റമളാന്റെ നോമ്പിനെ അല്ലാഹു വെച്ചിട്ടുള്ളത്. റമളാൻ കൊണ്ട് നമുക്ക് ഈമാനിൽ ഒരു മാറ്റം ഉണ്ടാകണം എന്നതാണ് നോമ്പിന്റെ ലക്ഷ്യം. 11 മാസം നമുക്കുള്ള ജീവിതം മൃഗീയതയുടെ ജീവിതം എന്നാണ് ഷാഹിദ് ഹലവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 11 മാസം നമുക്കുള്ളത് ഒരു മൃഗത്തെ പോലുള്ള ജീവിതം. നമുക്ക് നിയന്ത്രണങ്ങളിൽ വല്ലാതെ നിയന്ത്രണങ്ങൾ ഇല്ലാത്ത രീതിയിൽ ഇഷ്ടമുള്ളപ്പോൾ കഴിക്കാം, ഇഷ്ടമുള്ളപ്പോൾ കിടക്കാം, ഉറങ്ങാം, മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും എന്തെല്ലാം വിട്ടുവീഴ്ചകളുണ്ടോ അതെല്ലാം റമളാനിൽ വരുമ്പോൾ ചില സമയത്തിൽ ആ വിട്ടുവീഴ്ചകളിൽ അള്ളാഹുവിന്റെ നിയമങ്ങൾ ഇടപെടുകയാണ്. ശരിക്കും മലക്കിനെ പോലെയാക്കാണ്. മലക്കിന്റെ പ്രത്യേകത ഭക്ഷണങ്ങളില്ല, അന്നപാനങ്ങൾ, അതുപോലെ ലൈംഗികമായ കാര്യങ്ങളൊന്നും ഇല്ലാതെ അള്ളാഹുവിനെ അമല് ചെയ്യാൻ മലക്കുകൾ നിയോഗിക്കപ്പെട്ടവരാകുന്നു എന്നതിലേക്ക് മനുഷ്യനെ അള്ളാഹു കൊണ്ടുവരുന്ന ഒരു കാലയളവിനെയാണ് റമളാൻ എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു കാലയളവിൽ നിന്നുകൊണ്ട് മലക്കുകളെ പോലെ ആവാൻ ശ്രമിക്കുന്ന,
മലക്കുകൾ ചെയ്യുന്ന പുണ്യമായ പ്രവർത്തനങ്ങളുടെ ഒരു അനുകരണത്തിലേക്ക് എത്തുന്ന ആ കാലയളവിൽ നമ്മുടെ ഈമാൻ വർദ്ധിക്കും എന്നതാണ് നമ്മുടെ പ്രതീക്ഷ. ഈമാൻ വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് നോമ്പിനെ അള്ളാഹു വെച്ചതെന്ന് പരിശുദ്ധ ഖുർആൻ, ലഅല്ലക്കും തത്തഖൂൻ. എന്നാൽ ഈ ഈമാൻ എന്നത് ഏത് അർത്ഥത്തിലാണ് നമ്മൾ അതിനെ കാണുക എന്നതിലേക്കുള്ള ചിന്ത, അത് വലിയ ചിന്ത തന്നെയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഈമാനിന്റെ ഏറ്റവും താഴത്തെ സ്റ്റെപ്പ്, ആ ഒന്നാമത്തെ സ്റ്റെപ്പിൽ നിന്നും ഒരാൾ കടന്ന് കാല് വെച്ച് ചവിട്ടി അതിന്റെ ഏറ്റവും മുകളിലത്തെ സ്റ്റെപ്പിലെത്തുമ്പോഴാണ് അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുക എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാൻ സലാമത്തായി കലിമ ചൊല്ലി മരിക്കണമെന്നാണല്ലോ പറയാറ്. നമ്മുടെ ആഗ്രഹം അങ്ങനെ. ഈമാൻ സലാമത്തായി കലിമ ചൊല്ലി മരിക്കാൻ ഒരാൾ 70 സ്റ്റെപ്പ് കയറണം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഈമാൻ അടിസ്ഥാനപരമായി 70 ശാഖകളാണ്. 70 ശാഖ. അതിലേറ്റവും മുകളിലെ ശാഖ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈമാനിന്റെ ഏറ്റവും താഴെയുള്ള ശാഖ വഴിയിലെ തടസ്സം നീക്കലാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഉദാഹരണം പറയാം. വഴിയിലെ തടസ്സം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. വഴിയിലെ തടസ്സം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ചില ആളുകൾ വഴിയിൽ കൊണ്ടുവന്ന് പശുവിനെ നീട്ടി അങ്ങ് കെട്ടിയിടും. ഈമാൻ കളയണ പണിയാണിത്. ചിലര് വഴിയിൽ മറ്റുള്ളവർക്ക് തടസ്സമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യും. ചിലര് വഴിയില് ആളുകൾക്ക് തടസ്സമാകുന്ന രീതിയിൽ, യാത്രക്ക് തടസ്സമാകുന്ന രീതിയിൽ കൂടി നിന്ന് വർത്താനം പറയും. ഇതിനൊന്നും പറ്റാത്തവര് അവരുടെ വീടിന്റെ കോൺക്രീറ്റിന്റെ പണി റോട്ടിലിട്ട് പരിക്കം കൂട്ടും. അല്ലെങ്കിലോ എന്തെങ്കിലും മിറ്റലോ എംസാൻഡോ കൊണ്ടുവന്ന് റോഡിനോട് ചേർന്ന് ലോഡ് ഇറക്കിയിട്ടിട്ട് പോകും. വഴിക്ക് തടസ്സം നിൽക്കരുതെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാന്റെ ഏറ്റവും താഴത്തെ സ്റ്റെപ്പ് അതാ. അവിടെ നിന്ന് പലതും താണ്ടി അതിന്റെ ഏറ്റവും അവസാനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടേക്ക് എത്തണം. അതിലെത്തിക്കഴിയുമ്പോഴാണ് ഒരാൾ മരിക്കുന്നത് എങ്കിൽ, ഈ 69 താണ്ടി 70 നിൽക്കുമ്പോഴാണ് അവൻ മരിക്കുന്നതെങ്കിലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് നാവിലൊരു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ വിചാരിച്ചത് ഏറ്റവും എളുപ്പം റോഡിലെ കല്ലും മുള്ളും, ഏറ്റവും എളുപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയലും, ഏറ്റവും ബുദ്ധിമുട്ട് റോഡിലെ തടസ്സങ്ങൾ നീക്കലാണെന്ന്. അങ്ങനെയല്ല. ഏറ്റവും എളുപ്പം റോഡിലെ തടസ്സങ്ങൾ നീക്കുക എന്ന ഈമാനിന്റെ ഏറ്റവും താഴെയുള്ള ഭാഗം. ഏറ്റവും ബുദ്ധിമുട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ മനസ്സിനെ നിർത്തുക എന്നത്. അതിനു വേണ്ടിയിട്ടാണ് റമദാൻ ഉള്ളത്. തൗഹീദിന്റെ ഏറ്റവും താഴെയുള്ളതിൽ നിന്നും നമ്മുടെ ശ്രമങ്ങൾ തുടങ്ങിയാൽ, നമ്മുടെ ഇരുത്തം, നൃത്തം, കിടക്കൽ, വർത്തമാനം പറയൽ, ഇടപഴക്കം, എല്ലാം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയോട് യോജിക്കുന്ന രീതിയിലേക്ക് ആയിപ്പോവും. ആ ഒരു ക്വാളിറ്റിയിലേക്ക് നമ്മൾ എത്തും. അങ്ങനെ എത്തി നമ്മുടെ ഭക്ഷണം കഴിക്കൽ ഉൾപ്പെടെ എല്ലാ പ്രവർത്തനത്തെയും അല്ലാഹുവേ എനിക്ക് ഇത് ഇബാദത്താക്കാമല്ലോ എന്ന ഒരു ചിന്തയിലേക്ക് വരിക വഴി നമ്മളിൽ മാറ്റങ്ങൾ വരാണ്. അങ്ങനെ വരുമ്പോ റമദാന്റെ നോമ്പ് ആസ്വാദനമായി മാറാം. അങ്ങനെ വരുമ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ചെയ്യുന്ന എല്ലാത്തിനും അല്ലാഹനെ കാണാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു ഹദീസ് കേട്ടോളൂ, സ്വഹീഹ് മുസ്ലിം. عن أبي هريرة رضي الله عنه أن النبي صلى الله عليه وسلم قال الإيمان بضع وسبعون شعبة. ഈമാൻ 70 പരം ശാഖകൾ. فأفضلها قول لا إله إلا الله. അതിലെ ഏറ്റവും ഉന്നതമായി നിൽക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയും വഅദ്നാഹ അതിന്റെ ഏറ്റവും താഴെയുള്ളത് ഇമാതത്തുൽ അദാ അനി ത്വരീഖ് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വഴിയിലെ തടസ്സം നീക്കലാണ്. ഈമാനിന്റെ ഈ 70 ശാഖകളിലെ ആദ്യത്തേതും അവസാനത്തേതും പറഞ്ഞു. അതിന്റെ ഇടയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു അടയാളമാണ്, അല്ലെങ്കിൽ ഒരു ശാഖയാണ് വൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ. ഈ 70ൽപ്പെട്ട വേറെ ഒരു പ്രധാന ശാഖയാണ് ലജ്ജ എന്നത് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ 70 ചവിട്ടുപടികൾ താണ്ടി അപ്പുറത്തെത്തണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പക്ഷെ ഈ കാലഘട്ടത്തിൽ അത് പ്രയാസമാണ്. ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽപ്പെട്ട പലതിനെയും നമ്മൾ അനുഭവിക്കുന്ന ഒരു കാലമാണ്. ഈമാൻ എവിടെ എന്ന് ചോദിച്ചാൽ, എവിടെ ഈമാനുള്ളത്? നോമ്പ് തുറ നടക്കുന്നിടത്ത് ഈമാനുണ്ടോ? അല്ലെങ്കിലോ പള്ളിയിലെ പൊതുയോഗം നടക്കുന്നിടത്ത് ഈമാനുണ്ടോ? അല്ലെങ്കിലോ ഏതെങ്കിലും ഒരു പൊതുവിതരണ സ്ഥലത്ത് അവിടെയുള്ള മനുഷ്യരുടെ അച്ചടക്കരഹിതമായ സ്വഭാവത്തിൽ
ഒരു നല്ല കല്യാണം നടക്കാണ്, ഭക്ഷണം വിളമ്പുന്നു, എല്ലാവർക്കും തിരക്കുണ്ട്, കല്യാണ പന്തലിൽ സ്വാഭാവികമായും തിരക്ക്. അവിടെ ഈമാന്റെ പ്രകടനം കാണാനുണ്ട്. ഒരു സ്ഥലത്തും നമ്മൾ ക്ഷമകെട്ടവരായി പോകും. ഹജ്ജിന് പോലും അത്രയും പവിത്രമായ അമലിന്റെ ഇടയിൽ പോലും മിനയിലും മുസ്ദലിഫയിലും ഒക്കെ ചില മനുഷ്യരുടെ സ്വഭാവങ്ങൾ, തവാഫിന്റെ ഇടയിൽ പോലും ചിലരുടെ സ്വഭാവങ്ങൾ, കൂടിക്കലർന്ന് ചെയ്യുന്ന ഇബാദത്തിന്റെ ഞെരുക്കത്തിൽ ചിലരുടെ സ്വഭാവങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നത് ഇവരൊക്കെ എന്തിനു വന്നു ഇങ്ങോട്ട് എന്ന. അത്രത്തോളം ഓരോ മനുഷ്യരും അവരവരുടേതായ സൗകര്യങ്ങളിൽ കുറവ് വരുമ്പോൾ സ്വാർത്ഥംബരികളായി മാറാം. ഈമാൻ എന്നത് നമ്മുടെ സൗകര്യങ്ങൾക്ക് വിഘാതം വരുന്നിടത്ത് ഈമാൻ നമുക്ക് ഇല്ലാതെ പോവാണ്. കേട്ടോളൂ, ലോകം അവസാനിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങനത്തെ മനുഷ്യന്മാരുണ്ടാവാം. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു, ഈമാൻ മക്കയിലും മദീനയിലുമായി പരിമിതപ്പെടുമത്രേ. ഈമാനുള്ളവർ അവിടെ മാത്രം പരിമിതപ്പെടും എന്ന് പറഞ്ഞാൽ സൗദിയിലുള്ള അറബികൾക്കാണ് ഈമാൻ എന്നുള്ളതിനർത്ഥം. ഈമാനുള്ളവർ എവിടെയെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ മസ്ജിദുൽ ഹറമിലിരുന്ന് ഇങ്ങനെ കരഞ്ഞു ദ്വാരക്കുന്ന ആളായിരിക്കും. ഈമാനുള്ളവർ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ലബ്ബൈക ചൊല്ലിക്കൊണ്ട് ഹജ്ജിന്റെയും ഉംറയുടെയും അമൽ ചെയ്യുന്ന ആ പാവങ്ങളായിരിക്കും. ഈമാനുള്ളവർ എവിടെയെന്ന് ചോദിച്ചാൽ സ്വലാത്ത് ചൊല്ലിയിട്ട് പരിശുദ്ധ മദീനത്തെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ നടന്നു പോകുന്ന ചിലരെ കണ്ടാൽ അവിടെ ഉള്ളിരിക്കും. ഈമാനുള്ളവർ എവിടെയെന്ന് ചോദിച്ചാൽ വിശാല വിസ്തൃതമായ നമ്മുടെ പള്ളിമുറ്റത്തോ പരിസരത്തോ കൂടി നിൽക്കുന്ന തലയിൽ തൊപ്പിവെച്ചവരെയും അല്ലാത്തവരെയും കണ്ടാൽ ഈമാൻ ഉള്ളവർ എന്ന് പറയാൻ പറ്റാത്തൊരു കാലം വരുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. രൂപത്തിൽ മാത്രമേ ഇസ്ലാമുള്ളൂ, ഉള്ളിലില്ല. ഒരിക്കലും ഒരു ഹദീസിൽ പറഞ്ഞല്ലോ, അരുവിയുടെ അരികിൽ വെച്ച് ഇരിക്കുന്ന കല്ല് പോലെ നിങ്ങളാവല്ലേ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അരുവിയിലെ അരികിലെ കല്ല്, അരുവിയിലെ വെള്ളം ഇങ്ങനെ ഓളം തള്ളുമ്പോൾ അതിൽ നനവ് വരുന്നുണ്ട്, കല്ലിന്റെ ഉള്ളിൽ അത് കയറുന്നില്ല. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ആവല്ലേ, ഉള്ളിലേക്കാ ഇറങ്ങേണ്ടത്. രൂപം കൊണ്ട് മാത്രം മനുഷ്യർ പരിമിതപ്പെട്ടു പോകുന്ന ഒരു കാലമാണ്. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ലോകാവസാനത്തിന്റെ ഒരു അടയാളം. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു قال النبي صلى الله عليه وسلم إن الإيمان ليئرز إلى المدينة كما تئرز الحية إلى جحرها. ഈമാൻ എന്നത് അതിന്റെ അഭയകേന്ദ്രമായ മദീനയിലേക്ക് തിരിച്ചു പോകും എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കയിലും മദീനയിലുമായി ഈമാൻ പരിമിതപ്പെടും. ഏതുപോലെ ഒരു പാമ്പ് അതിന്റെ മാളത്തിലേക്ക് അഭയം പ്രാപിക്കുന്ന പോലെ ഈമാനുള്ളവർ എവിടെ എന്ന് ചോദിച്ചാൽ അത് മദീനയിലും മക്കയിലുമാണെന്ന് പറയേണ്ടി വരുന്ന അവസ്ഥയിൽ ആളുകൾ പരിമിതപ്പെട്ടു പോകും. ആളുകളുണ്ടോ? ഉണ്ട്. ആ കാലഘട്ടത്തിൽ കുളച്ചണ്ടി പോലെ ആ മനുഷ്യൻ അതിങ്ങനെ ഒഴുക്ക് വെള്ളത്തിൽ നിലനിൽപ്പില്ലാതെ ഒഴുകിപ്പോകേണ്ടി വരും. അങ്ങനെയാണ്. അന്ന് ഞങ്ങൾ എണ്ണത്തിൽ കുറവുണ്ട് നബിയെ. ഇല്ല സഹാബ, നിങ്ങൾ എണ്ണത്തിൽ കുറവില്ല. നിങ്ങളെ മറ്റുള്ളവർ എങ്ങനെയാ സമീപിക്കുന്നതെന്നറിയുമോ? പാചകം ചെയ്ത് ചൂട് വമിക്കുന്ന ഭക്ഷണം കൊണ്ടുവന്ന ഒരു ടേബിളിന്റെ മുകളിൽ വെച്ചാൽ ചുറ്റുഭാഗത്തും കഴിക്കാൻ വന്നിരിക്കുന്നവർ ആ പാത്രത്തിലേക്ക് ഭക്ഷണത്തിനായി കൈ നീട്ടുന്ന പോലെ നിങ്ങൾക്ക് നേരെ പുറത്തു നിന്ന് കൈനീട്ടലുകൾ സംഭവിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഉണ്ട്, അങ്ങനുണ്ട്. പേരുകൊണ്ട് ഈ അടുത്ത ദിവസം ഞാൻ ഒരു സഹോദരനെ കണ്ടു. അദ്ദേഹത്തിന്റെ ചെമ്മീന്റെ ബിസിനസ്സാണ്, വലിയ ബിസിനസ്സാ. അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹത്തിന്റെ വാഹനങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു ഇസ്ലാമികമായ ബന്ധമുള്ള ഒരു പേര് വെച്ചുകൂടെ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ വെച്ചാ ഇത് റോഡിലൂടെ ഓടിക്കുന്ന പ്രയാസ, കാരണം ചെക്കിങ് കൂടും. അതുകൊണ്ട് ഒരു ഹൈന്ദവ നാമവുമായി ബന്ധപ്പെട്ട ഒരു പേരാണ് അദ്ദേഹം വെച്ചിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ബ്രാൻഡ് നെയിം അതാ. കൊല്ലം ജില്ലയില് ഒരിക്കൽ ഒരു സഹോദരനെ സമീപിച്ചു. അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ പേര് ശാന്തി എന്നാണ്. ശാന്തി എന്നാണ് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ പേര്. അപ്പോ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത്രയും അറിയപ്പെട്ട ഒരു നല്ല ഇസ്ലാമികമായ കൾച്ചറുള്ള ഒരു ഫാമിലി, എന്താ ശാന്തി എന്ന് പേര്? ആദ്യം അത് സലാമ എന്നായിരുന്നു പേര്. സലാമ തീർന്നു. അങ്ങനെ ഒരു പേരിട്ട മദ്രസാവണിയുടെ പിരിവുകാരും ഇവരൊക്കെ കൂടിയിട്ട് അങ്ങ് വന്നാകെ തവിട്ട് പൊടിയാക്കും. അത് മാറ്റി ഞാൻ ശാന്തി എന്നാക്കിയപ്പോ വലിയ സമാധാനം ഉണ്ട്. രണ്ടും ഒന്ന് തന്നെയാണ്. സലാമ എന്നതിന്റെ മലയാളമാണ് ശാന്തി. രണ്ടും അങ്ങനെയാണ്. ഈ അടുത്ത ദിവസം ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ചോദിച്ചപ്പോ പറഞ്ഞത്
സുഗന്ധി എന്നാണ്. അപ്പൊ ഞാൻ സുഗന്ധിയോ? അത് അറബിയിലേക്ക് ആക്കിയാൽ ഷമീമ. അപ്പൊ അങ്ങനെ ചില കാര്യങ്ങൾ അങ്ങനെയാണ്. അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ആ അർത്ഥത്തിലൂടെ വേറെ ഒരു ആശയത്തെ ജനിപ്പിക്കുന്ന പോലെ ഒരു തെറ്റിദ്ധാരണ, അതുപോലെ മനുഷ്യർ ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ ലോകാവസാനത്തിന്റെ അടയാളമായി നമ്മുടെ ഇടയിലെ രൂപവും കോലവും മാത്രം അവശേഷിക്കുന്ന ഈമാനില്ല. ഈമാൻ പോയി, മദീനയിലേക്ക് പോയി. അങ്ങനെ ഒരു കാലമുണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഈമാനിനെ വർദ്ധിപ്പിക്കാനാ നമ്മുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് റമദാൻ ഇറങ്ങേണ്ടത്. ഒരു ഹദീസ് കേട്ടോളൂ. ഇമാം ബൈഹഖി ഇവിടുത്തെ സ്വഅബിൽ പറയുന്നു, അന്നലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൂസികു അൻ യഅതിയ അലന്നാസി സമാൻ, ജനങ്ങൾക്ക് ഒരു കാലം വരാനുണ്ട്, ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു. അന്ന് ഇസ്ലാമുമായി അവന് ബന്ധമുള്ളത് അവന്റെ പേര് മാത്രമാണ്. അവന് ഇസ്ലാമുമായി ആകെ ബന്ധം പേര് മാത്രം. അവനെ പള്ളിയിലും കാണും, സിനിമയിലും കാണും. ഇപ്പൊ പള്ളിയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുക. മിനിഞ്ഞാന്ന് നോമ്പ് തുറക്ക് വലിയ തിരക്കായിരുന്നു. അവനെ എല്ലായിടത്തും കാണും. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു. ഖുർആനുമായുള്ളവന്റെ ബന്ധം എന്തെന്ന് ചോദിച്ചാൽ അവനൊരു മുസ്ഹഫ് എടുത്ത് തുറന്നിട്ട് അതിന്റെ അക്ഷരങ്ങൾ കാണിക്കും. ദേ ഇത് ഇത്രേ ഉള്ളൂ. അത് ആ പേജിൽ മാത്രം അവന്റെ ജീവിതത്തിലില്ല. അങ്ങനത്തെ ഒരു കാലത്ത് മസാജിദുഹും ആമിറാ, പള്ളികൾ നല്ല മനോഹരമായിരിക്കും ആ കാലഘട്ടത്തിൽ. പക്ഷേ വഹിയ ഖറാബും മിനൽ ഹുദാ, പള്ളിയിൽ പോയതിന്റെ പേരിൽ ഒരാൾ നന്നാവാത്ത കാലമായിരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. പള്ളിയിൽ പോയതിന്റെ പേരിൽ നന്നാവാത്ത കാലം. അങ്ങനെയാണ് ഒരു വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ ഒരാൾ കണ്ടെത്തി. അദ്ദേഹത്തിൽ പറയപ്പെട്ടതായ നല്ല ലക്ഷണങ്ങൾ എല്ലാ വഖത്തിനും പള്ളിയിലുണ്ടെന്ന. അപ്പോൾ അതേ പള്ളിയിൽ തന്നെ നിസ്കരിക്കാൻ വരുന്ന ഒരു ഡ്രൈവർ സഹോദരൻ പറഞ്ഞു, ഇശാ നിസ്കാരം കഴിഞ്ഞാൽ എന്റെ കൂടെ ഒന്ന് വരണം, ആ ചെറുപ്പക്കാരൻ പള്ളിയിലുണ്ട്. ഇശാ കഴിഞ്ഞ് അദ്ദേഹം പോകുന്ന വഴിയിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം. ഒരു പണ്ഡിത കുടുംബത്തിലെ പെൺകുട്ടി ആ സഹോദരനെ വിവാഹാലോചന നടത്തിക്കൊണ്ടിരിക്കാം. ഇശാ നിസ്കരിക്കാൻ ചെന്നു. ഇശാ നിസ്കാരം കഴിഞ്ഞ ചെറുപ്പക്കാരൻ സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ടുള്ളതാണ്. ഇശാ നിസ്കാരം കഴിഞ്ഞവൻ പുഴയുടെ അരികിലൂടെയുള്ള വഴിയിലൂടെ ആ വീട്ടിലേക്ക് പോവാ. മഹല്ല് ഞാൻ പറയുന്നില്ല. ഈ ഡ്രൈവർ സഹോദരൻ ആ പുഴയില് മണൽ വരുന്ന പണിയുണ്ടായിരുന്നു. അപ്പൊ ഈ കടവത്ത് വഞ്ചിക്കാരിരിക്കുന്ന ഒരു ചെറിയ വഞ്ചിപ്പുര, ഇന്നലെ മിനിഞ്ഞാന്ന് നടന്ന കാര്യമല്ലട്ടത്, കുറച്ചു നാളായി. ആ വഞ്ചിപ്പുരയുടെ ഭാഗത്ത് ആരുമില്ലാത്ത സമയത്ത് ഇഷ കഴിഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരൻ പോയാൽ ആരുമില്ലാത്ത സമയത്ത് മടിയിൽ നിന്നും ഒരു ചെറിയ കുപ്പി പൊട്ടിച്ചിട്ട് 2 ഔൺസ് കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് പോവാ. അങ്ങനെ എന്തെങ്കിലും കഴിച്ചു പോയതിന്റെ പേരിൽ അത് മദ്യമാണെന്ന് ഉറപ്പിച്ചില്ല. പക്ഷെ വലിച്ചെറിഞ്ഞ കുപ്പി പരിശോധിച്ചു. അതിനുശേഷം ഉറപ്പിച്ചു. സംസ്കരിക്കാൻ പള്ളിയിൽ വന്ന ആളെ കുറിച്ചാണ് വളരെ കൃത്യമായ ഒരാൾ വേദനയോടുകൂടെ പറഞ്ഞ ഒരു കഥയാണിത്. ഒരു പള്ളിയിൽ ഒരിക്കൽ ഒരാളെ അസ്ർ നിസ്കാരത്തിന് വാങ്ക് വിളിച്ചതിന് നാട്ടുകാർ കൈകാര്യം ചെയ്തു. അന്ന് മുക്രിക്കുണ്ടായില്ല, പകരം വാങ്ക് വിളിക്കാൻ ഏൽപ്പിച്ചു. മുപ്പര് കുറച്ചാളായിട്ട് പള്ളിയിലുണ്ട്. നല്ലോണം മുപ്പര് വയറ് നിറച്ച് മദ്യപിച്ച് വന്നിട്ടാണ് അസ്ർ നിസ്കരിക്കാൻ വന്നത്. വാങ്ക് വിളിച്ചത് കള്ളു കുടിച്ച് വാങ്ക് വിളിച്ചു. എറണാകുളം ജില്ലയിൽ ഒരു മഹല്ലിൽ. ആലോചിച്ച് നോക്കണം. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അന്നത്തെ പള്ളികൾ മനോഹരമാണ്, പരിപാലനത്തിന് ആളുകൾ ഏറെയുണ്ട്. ആ പള്ളികൾ പരിപാലിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഖറാബും മിനൽ ഹുദാ, പള്ളിയിൽ പോയതിന്റെ പേരിൽ അന്ന് ആളുകൾക്ക് ഈമാൻ ഉണ്ടായെന്ന് വരില്ല. പള്ളിയിൽ പോയതിന്റെ പേരിൽ അയാൾ നന്നായെന്ന് വരില്ല. അങ്ങനത്തെ ഒരു കാലം ഖിയാമത്ത് നാളിന്റെ മുന്നേ ഉണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ശുഅബുൽ ഈമാനിൽ ഇമാം ബൈഹഖി ഹദീസ് പറയുന്നതായി കാണാം. അങ്ങനെയാണ് മനുഷ്യരുടെ ഒരു ക്രൈസിസ്. ലോകാവസാനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ ലോകാവസാനത്തിന് മുമ്പുള്ള റമദാൻ നമ്മോട് എത്ര വട്ടം പറയുന്നു, നിന്റെ ഖൽബൊന്ന് നന്നാക്കാൻ.
ഞാൻ ചില താരതമ്യങ്ങളായി പറയുന്നത് ആരെ കുറ്റപ്പെടുത്തുന്നതല്ല. നമ്മൾ ജീവിക്കുന്ന സാഹചര്യം ഇങ്ങനെയാണ് കേട്ടോ ഒന്ന് ഓർമ്മപ്പെടുത്താം. അങ്ങനെയല്ല, നല്ല മൂർച്ചയുള്ള ബ്ലേഡ് എടുക്കുമ്പോ ആ കണ്ടുകണ ആൾ പറയും സൂക്ഷിക്കണോട്ടോ. എന്തേ എടോ, ആ മൂർച്ചയുള്ള ബ്ലേഡ് അല്ലെങ്കിൽ കത്തി നല്ല മൂർച്ച ഉണ്ട് കേട്ടോ, ഒന്ന് സൂക്ഷിക്കണം. അത് എടുത്താക്കും അറിയാം, എല്ലാവർക്കും അറിയാം. എന്നാലും ആ പറച്ചിലൊന്ന് ഓർമ്മപ്പെടുത്തുന്ന പോലെ ഈ കാലഘട്ടത്തെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സയ്യിദുനാ റസൂലുള്ളാഹി. ഇമാം ഗസാലി അവിടുത്തെ മുക്കാശഫയിൽ ഒരു ഹദീസ് പറയുന്നു, സയഅതി സമാനുൻ അലാ ഉമ്മത്തി യുഹിബ്ബൂന ഖംസൻ വയൻസൗന ഖംസാ. ഒരു കാലഘട്ടം വരും, ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. 5 കാര്യങ്ങളോട് ജനങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമായിരിക്കും. ആ ഇഷ്ടത്തോടൊപ്പം തന്നെ 5 കാര്യങ്ങൾ അവൻ മറന്നു പോകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. 5 കാര്യങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടും, 5 കാര്യങ്ങളെ അവൻ മറന്നു പോകും. ഞാൻ സുദീർഘമാക്കുന്നില്ല. ഒന്നാമത്തേത് യുഹിബ്ബൂന ദുനിയാ വയൻസൗനൽ ആഖിറ. ഒരു ദുനിയവിയായ ആവശ്യം നമ്മുടെ മുന്നിലുണ്ട്, ആഖിറത്തിന് ഗുണം കിട്ടുന്ന ഒരു ആവശ്യവുമുണ്ട്. ഒരേ സമയം ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ ദുനിയാവിന്റെ ആവശ്യത്തിന്റെ പിന്നാലെ പോകും, ആഖിറത്തിന്റെ ആവശ്യത്തെ മനുഷ്യൻ മറന്നു കളയും. ഇത് ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന കാലമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനെയാണ്. ഏതൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരു സമയമിൽ പല കാര്യവും അണിനിന്നാൽ മുൻഗണന പരലോകത്തിനാകണമെന്ന മഹാനായ തഴവപാടി ഇതെങ്ങനെയാ? അള്ളാന്റെ ഹബീബ് പറഞ്ഞു, ഹിറസലി ദുനിയാക് കഅന്നക തഈശു അബദാ വഹിറസലി ആഖിറതിക കഅന്നക തമൂതു ഗദാ. സയ്യിദുനാ റസൂലുള്ളാഹി. ദുനിയാവിന്റെ കാര്യം ചെയ്യാൻ നീ തീരുമാനിക്കുമ്പോൾ നീ എന്നും ഇവിടെ ഉണ്ടാവണം, എന്നും ഉണ്ടല്ലോ എന്ന തോന്നല് ചെയ്താൽ മതി. ദുനിയാവിന്റെ കാര്യം അങ്ങനെ നാളെ മറ്റന്നാൾ ചെയ്താലും മതി, ദുനിയാവല്ലേ. എന്നാൽ ആഖിറത്തിന്റെ കാര്യം ചെയ്യുമ്പോൾ നാളെ നീ മരിച്ചു പോകുമെന്ന ചിന്തയിൽ ചെയ്താല ഇന്നത് ചെയ്യൽ നടക്കൂ. ആഖിറത്തിന്റെ കാര്യം ചെയ്യുമ്പോൾ അങ്ങനെ ചിന്തിക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനെയാണ്. ഒരു സമയമിൽ പല കാര്യവും അണിനിന്നാൽ മുൻഗണന പരലോകത്തിനാകണമെന്ന ബാങ്കിന്റെ സമയത്താണ് ജുമുഅ വാങ്ക് പ്രാധാന്യമെങ്കിൽ ജുമുഅ പിന്നെ ബാങ്ക്. ഉദാഹരണം പറഞ്ഞത്, ബാങ്കിലും പോണം ജുമുഅക്കും പോണം, ബാങ്കിലും പോണം ജുമുഅക്കും പോണം. ജുമുഅക്ക് പോണ വഴിക്കാണ് ബാങ്കിൽ പോകേണ്ടത്. അപ്പോഴാണ് വാങ്ക്, ജുമയുടെ ആള് കൂടാൻ വേണ്ടിയുള്ള ആദ്യത്തെ ലോഹറിന്റെ നേരത്തുള്ള വാങ്ക്. നേരത്തെ പള്ളിയിലെത്തിയാൽ ഒട്ടകത്തെ അർത്ഥം കൊടുത്ത കൂലിയുണ്ട്, ആടിന് അർത്ഥം കൊടുത്ത കൂലിയുണ്ട്. എന്തായാലും കാശ് കൊടുത്ത് നമ്മളത് ചെയ്യൂല. ആ കൂലി കിട്ടാനുള്ള പണിയിലേക്ക് പോവാ ആദ്യം, പിന്നെ പോയാ മതി ബാങ്കിൽ. തിങ്കളാഴ്ച പോയാലും മതി. സത്യത്തിൽ ഇയാള് ബാങ്കിൽ പോകാൻ ഇറങ്ങിയാൽ വെള്ളിയാഴ്ച ആയിരിക്കുമല്ലോ, കാരണം ജുമുഅ ഉണ്ടായത്. അങ്ങനെയാണ്. ദുനിയാവിന്റെ കാര്യവും ആഖിറത്തിന്റെ കാര്യവും ഒരുമിച്ച് വരുമ്പോൾ ദുനിയാവിന്റെ കാര്യത്തെ മനുഷ്യൻ ഇഷ്ടപ്പെട്ട് അതിന്റെ പിന്നാലെ പോകും. ഒരു വീട് പാർക്കലിന്റെ പേരിൽ എത്ര വഖത്ത് നിസ്കാരം ഖളാ ആക്കുന്നവരാ, ഒരു കല്യാണത്തിന്റെ പേരിൽ എത്ര വഖത്ത് നിസ്കാരം ഖളാ ആക്കുന്നവരാ. ഒരു മണവാട്ടിയെ അണിയിച്ചൊരുക്കുമ്പോൾ ആ ചമൽക്കാരങ്ങളുടെ ഇടയിൽ ആ പൊന്നുമോളെ നമ്മൾ ബ്യൂട്ടി പാർലറിൽ നിന്നും ആളെ കൊണ്ടുവന്ന് അണിയിച്ചൊരുക്കി എത്ര മണിക്കൂറാ കുഞ്ഞുമോള് ഭക്ഷണം കഴിക്കാതെ, നിസ്കരിക്കാതെ, കുളിക്കാതെ, ഇട്ടിരിക്കുന്ന മെഹന്തി പോവാതെ ഒതുടുത്താ പോലോ. എത്ര ദിവസം ഒരു കല്യാണത്തിന്റെ പേരിൽ നിസ്കാരം ഖളാ ആകുന്നു. ഇങ്ങനത്തെ ഒരു കാലം ഖിയാമത്തിന്റെ അടയാളമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. 5 കാര്യങ്ങളെ ആളുകൾ ഒരുമിച്ച് പിടിക്കുമ്പോൾ 5 കാര്യത്തെ മറക്കും. അതിൽ ഒന്ന് ദുനിയാവാണ്, അതോടൊപ്പം മറന്നു പോകുന്നത് ആഖിറമാണ്. രണ്ടാമത് പറഞ്ഞു വയുഹിബ്ബൂനൽ മാല വയൻസൗനൽ ഹിസാബ്. പണത്തെ ജനങ്ങൾ ഇഷ്ടപ്പെടും, പക്ഷെ അതിനെ പറ്റിയുള്ള ഹിസാബ് ഉണ്ട് നാളെ മഹ്ശറയിൽ, അത് മറന്നു പോകും. ഇന്ന് ഏൺ ചെയ്ത് പണമുണ്ടാക്കാൻ എത്ര മാർഗങ്ങളാ, എത്ര ഗെയിമുകളാ.
റമ്മി ടൂർണമെന്റുകൾ, ആപ്ലിക്കേഷനുകൾ, റൈറ്റിൽ ആളെ കയറ്റിയാൽ ലെഫ്റ്റിൽ ആളെ കയറ്റിയാൽ ഇത്താടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ കാശ് വന്നുകൊണ്ടിരിക്കുക. അങ്ങനെയുണ്ട് ചില ബിസിനസ്സുകൾ, അങ്ങനെയുണ്ട്. കുല്ലു ഖർളിൻ യജ്ലിബു മൻഫഅതൻ ഫഹുവ റിബൻ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ നമുക്ക് കൊണ്ടുവരുന്നത് പലിശ, നമ്മളത് അറിയുന്നില്ല. ഫിക്സഡ് ആയിട്ട് ചിലതിങ്ങനെ മാസാമാസം വരാം. മനുഷ്യരറിയുന്നില്ല പണം സമ്പാദിക്കാൻ ഇഷ്ടം പോലെ മാർഗമാണെന്ന്. ഏൺ ചെയ്ത് പൈസ ഉണ്ടാക്കാനുള്ള ഏത് വഴിയെയും മനുഷ്യൻ ഉപയോഗപ്പെടുത്തും. ഏത് വഴിയും ഉപയോഗപ്പെടുത്തുന്ന ഒരു കാലം മുമ്പുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് കൃത്യമായിരുന്നു അത് വാഴ വെച്ചതിന്റെ കൊല വെട്ടിയത് കൊണ്ട് കിട്ടിയ പണമാണ്. 11 മാസം ഒരു ഏത്തവാഴ വെച്ചിട്ട്, ഒരു നേന്ത്രവാഴ വെച്ചിട്ട് കാത്തിരുന്നിട്ട് കിട്ടിയത്. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് ഉടൻ പണമാണ്, ഉടൻ പണം പരിപാടിയാണ്. മനുഷ്യർ പണത്തിന്റെ പിന്നാലെ പോകും, പക്ഷെ ഹിസാബ് മറക്കും. ഹിസാബ് മറക്കും. ഇത് എങ്ങനെ വന്നു എന്റെ കയ്യിൽ എന്ന ചിന്തയില്ല. ഇത് എങ്ങനെയാടാ നിന്റെ കയ്യിൽ എന്ന ചോദ്യം അല്ലാഹു ഉന്നയിക്കുമെന്ന ചിന്തയില്ല. അങ്ങനത്തെ കാലമാണ്. വയുഹിബ്ബൂനൽ ഖൽഖ, മൂന്നാമത് പറഞ്ഞു വയുഹിബ്ബൂനൽ ഖൽഖ വയൻസൗനൽ ഖാലിഖ. ജനങ്ങൾ അങ്ങുമിങ്ങും സൗഹൃദത്തിൽ വല്ലാത്ത കൂട്ടായ്മകൾ ഉണ്ടാകും. പക്ഷേ അതോടൊപ്പം ഖാലിഖായ അല്ലാഹുവിനെ മറന്നു പോകുന്ന കാലം. 60 വയസ്സുള്ള ഉമ്മയുടെ ഫോൺ വാപ്പ വലിച്ചെറിഞ്ഞു, വലിയ പ്രശ്നമായി. ഞാൻ സ്വാഭാവികമായും ചോദിച്ചു, എന്ത് പറ്റി? ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ. ഞാൻ വിളിക്കാൻ കാരണം മുപ്പര വിളിച്ചിട്ട് കിട്ടാനായിട്ടാണ്. അപ്പൊ പറഞ്ഞു അതൊരു കഥ ഉസ്താദ്, പിന്നെ പറയാമെന്ന്. അപ്പൊ ഞാൻ മൂപ്പരോട് ചോദിച്ചു, എന്താ ഇത്താടെ ഫോൺ എന്താ അത്ര പ്രശ്നം? ഇത്താണെ ആകെ വാടിക്കൊഴഞ്ഞിരിക്കാണല്ലോ. ഒന്നുമില്ല, അവരുടെ അന്ധകാലത്തെ SSLC ബാച്ച് ഒന്ന് കൂടി, അതിനുശേഷം കഞ്ഞിയും കൂട്ടാനും വെക്കില്ലല്ലോ, ഇവിടെ ഫോൺ ചെയ്യില്ല. സൗഹൃദങ്ങൾക്ക് വല്ലാത്ത വില കൽപ്പിക്കുന്നു. ബന്ധങ്ങൾക്ക് വേണ്ടി പഴയ ബാച്ചുകൾ ഒന്നുകൂടി ഒത്തുകൂടുന്നു. ഈ അടുത്ത് ഞങ്ങളുടെ മഹലിലൊരു പ്രശ്നം ഉണ്ടായി. അങ്ങനെ ഒത്തുകൂടി കൊടുത്തുനിന്ന് 2 ആൾക്കാർ അപ്പൊ തന്നെ വീണ്ടും ഒത്തുകൂടി. അവര് ഹിജറ പോയി, പിള്ളേരും കുടുംബവും ഒക്കെ അവിടെ ഇട്ടിട്ടൊരു പോക്കങ്ങോട്ട് പോയി. അങ്ങനെ കാണുമ്പോ പഴയ കാലത്ത് ആ ഓർമ്മകളൊക്കെ വരും. അങ്ങനെയാണ് മനുഷ്യന്മാരുടെ സൗഹൃദങ്ങൾ വർദ്ധിക്കും, അള്ളാഹുവിനെ മറക്കും. അങ്ങനത്തെ കമ്പനി കൂടും, പക്ഷെ അള്ളാഹിനെ മറക്കും. ട്രിപ്പുകൾ പോകും. അങ്ങനത്തെ ഒരു കാലം. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, 4ാമത്തെ കാര്യം യുഹിബ്ബൂനദ്ദുനൂബ വയൻസൗന തൗബാ. പാപകരമായ കാര്യങ്ങൾ ചെയ്യാൻ മനുഷ്യർക്ക് ആഗ്രഹം കൂടും. അത് പാപമാണെന്ന് ചിന്തിക്കൂല. ഹായ് ഉറങ്ങിയോ? ഇല്ല. എന്താ ഉറങ്ങാത്തെ? ഉറക്കം വന്നില്ല. ചാറ്റിങ്ങിന്റെ ആദ്യ ലഫ്ളുകൾ എങ്ങനെയാ? പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് കടന്നു. അള്ളാഹുവെ, ഞാൻ ചെന്ന് ചേരുന്നത് ഒരു കടലിന്റെ ആഴങ്ങളിലേക്കെന്ന പോലെ ആദ്യം ഞാൻ കാലുവെച്ചോടത്തിന്റെ ചെരുപ്പ് നനയുന്ന തിരമാലയുടെ പതയിൽ നിന്ന് തുടങ്ങി. ഇപ്പോൾ എന്റെ അരവരയായി വെള്ളം, അപ്പുറത്തേക്ക് എന്റെ കഴുത്ത്. ഇനി അതിനപ്പുറത്തേക്ക് എനിക്ക് തിരിച്ചു നീന്താൻ, ഒരു നന്മയിലേക്ക് കരക്കടുക്കാൻ കഴിയാത്ത വിധം ഞാൻ ഹറാമിലേക്ക് പോകൂലോ? തോന്നൂല. ഇബ്ലീസ് ആ സമയത്ത് സഹായിച്ചു കൊണ്ടിരിക്കാം. ഇബ്ലീസ് സഹായിക്കും. കാബീല് ഹാബീലിനെ കൊല്ലാൻ നേരത്തെ എങ്ങനെയാ കൊല്ലുന്നതെന്ന് ഇബ്ലീസ് കാണിച്ചു കൊടുത്തു, സഹായിച്ചു. 2 കല്ലിങ്ങനെ ചേർത്ത് വെച്ചിട്ട് അതിന്റെ ഇടയിൽ ഒരു പ്രാവിനെ വെച്ചിട്ട് 3ാമത്തെ കല്ല് വെച്ചിട്ട് ഇടിച്ച് തല പൊട്ടിച്ചാ കൊല്ലുന്നതെന്ന് ഇബ്ലീസ് കാണിച്ചു കൊടുത്തു. ഹാബീലിനെ അങ്ങനെയാ കൊന്നത്. സൂറത്തുൽ അഅറാഫിന്റെ വ്യാഖ്യാനത്തിൽ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ആ മയ്യത്തിന് എന്ത് ചെയ്യണമെന്നറിയാതെ മഹാനായ ഹാബീലിന്റെ മയ്യത്ത് കാബീൽ തോളിലിട്ടുകൊണ്ട് നടന്നു 1 വർഷം. ആ വർഷം ആദം നബി ഹജ്ജിന് പോയിട്ട് 1 കൊല്ലം കഴിഞ്ഞിട്ടാ തിരിച്ചു വന്നത്. പരിശുദ്ധ ഹറമിൽ നിൽക്കുമ്പോൾ അതുവരെ കാറ്റിങ്ങനെ വരുമ്പോ കാറ്റ് മാത്ര അനുഭവിക്കാൻ കഴിഞ്ഞത്. പിന്നെ കാറ്റിൽ പൊടിപടലങ്ങൾ കാണാൻ തുടങ്ങി. പരിശുദ്ധ ഹറമിലെ ചില ചെടികളിൽ മുള്ളു മുളയ്ക്കാൻ തുടങ്ങി. മധുരമുള്ള പല പഴങ്ങൾക്കും അന്ന് മുതൽക്ക് കയ്പ് വരാൻ തുടങ്ങി. ആദം നബി പറഞ്ഞു, ഭൂമിയിൽ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ടേ, മറ്റൊന്നുമല്ല, പൊന്നുമോനെ കൊല ചെയ്തിട്ടുണ്ടേ. 1 കൊല്ലം മയ്യത്ത് തോളിലിട്ട് നടന്നു. ഇത് എങ്ങനെയാ മറവ് ചെയ്യാന്നറിയില്ല. ആദ്യത്തെ മയ്യത്ത് എങ്ങനെ മറവ് ചെയ്യണം ഇബ്ലീസ് അത് പഠിപ്പിക്കാൻ വന്നില്ല. എന്തുകൊണ്ട്? മയ്യത്ത് മറവ് ചെയ്യുക എന്നത് മനുഷ്യനെ ബഹുമാനിക്കില്ല.
മയ്യത്ത് വരുമ്പോ എണീറ്റ് വെക്കും. മയ്യത്തിനെ ആദരവോടുകൂടെ നമ്മൾ സമീപിക്കും. മയ്യത്തിനെ സ്നേഹത്തോടുകൂടെ സമീപിക്കും. മയ്യത്തിന് നോവാതെ വളയാതെ ഖബറിലേക്ക് ഇറക്കി വെക്കും. മയ്യത്തിനെ ആദരിക്കലാണത്. ഫർദ് കിഫയായ അമലാണത്. മയ്യത്തിനെ ആദരിക്കല്, മറവ് ചെയ്യല്, അത് ഇബ്ലീസ് പഠിപ്പിക്കല്, അത് ഇബാദത്താണ്. അതുകൊണ്ട് തെറ്റ് ചെയ്യാൻ മനുഷ്യന്റെ കൂടെ ഇബ്ലീസ് ഉണ്ട്. റമദാൻ വന്നത് ഇബ്ലീസിനെ കെട്ടിയിട്ടു എന്ന് പറയാനാ. എന്നിട്ടും നമ്മൾ തെറ്റിയുന്നുണ്ടല്ലോ. ഇബ്ലീസിനെ കെട്ടിയിട്ടോടത്ത് തന്നെ നമ്മളെയും കെട്ടിയിട്ടിരിക്കാം. രണ്ടാളും ഒരു തൊഴുത്തിലെ രണ്ടാളും ഉള്ളത്. നമ്മളിപ്പോഴും കെട്ടിയിട്ടിരിക്കുന്ന പിശാചിന്റെ അടുത്ത് തന്നെ പോണത്. അപ്പൊ ഉറപ്പായിട്ടും അവന്റെ ശല്യമുണ്ടാവും. ഉറപ്പായും അവന്റെ ശല്യം ഉണ്ടാവും. അവന്റെ ശക്തി കുറച്ച് അവന്റെ സ്ഥലത്ത് അള്ളാഹു മാറ്റി കെടുത്തിയിരിക്കുക. പോണവർക്ക് പോവാം. സ്വർഗത്തിലേക്ക് ഒരു വഴി തുറന്നിരിക്കുക. റമദാനിൽ ഒരു ഓഫറാണിത്. അവിടെ കയറി കഴിഞ്ഞിട്ടുണ്ട് അവന്റെ കൂടെ കൂടി അങ്ങോട്ട് എത്തി നടക്കൂല. സമയം അതിന്റെ ആ പീരീഡ് കഴിയും. 30 ദിവസമേ ഉള്ളൂ. ഒരു മെഗാ ഓഫർ വെച്ചിരിക്കുക. അപ്പോഴുണ്ട് മൂപ്പരില്ലാണ്ട് നമ്മൾ പോവില്ല എന്ന് തീരുമാനിച്ച അങ്ങോട്ട് പോവാ. മൂപ്പരുടെ കൂടെ കൂടാ. കെട്ടിയിട്ടോടത്തിൽ നമ്മളെയും കെട്ടിയിട്ടിരിക്കുക. അത് നമ്മൾ തെറ്റ് ചെയ്യണത്. ഏതായാലും കേട്ടോളൂ, അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു. അഞ്ചാമത്തെ കാര്യം അതാ ആ അഞ്ചാമത്തെ കാര്യം, 5 കാര്യങ്ങളെ ഇഷ്ടപ്പെടുമ്പോ 5 കാര്യം മറക്കൂ എന്ന് പറഞ്ഞതിൽ 5-ാമത്തെ കാര്യം യുഹിബ്ബൂനൽ ഖുസൂർ. കോൺക്രീറ്റ് മന്ദിരങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാണ്. വയൻസൗനൽ മഖ്ബറ, സ്വന്തം ഖബർ മറക്കും. ഇന്നൊരു വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരാളുടെ ജീവിതത്തിൽ എന്തൊരു ക്രൈസാണ്. ഒരു വീടെന്ന് പറഞ്ഞാൽ അവന്റെ വസ്ത്രം പോലെ. ഒരു വീടെന്ന് പറഞ്ഞാൽ തന്റെ വസ്ത്രം പോലെ. തന്റെ അളവിനെ അത് പറ്റും. അധികമായാലും പ്രയാസവസ്ത്രം, ഇടുങ്ങിയാലും പ്രയാസവസ്ത്രം. സ്വന്തം ശരീരത്തിന്റെ അളവിൽ വസ്ത്രമടിക്കുന്ന പോലെ, വസ്ത്രം തച്ചെടുക്കുന്ന പോലെ ആവണം അവനവന്റെ വീട് എന്ന് മഹാന്മാരെ പഠിപ്പിക്കാം. ആ വസ്ത്രം നിനക്ക് ഒരു ആയുസ്സിനുള്ളതാണ്. ഒരു വീടെന്ന് പറഞ്ഞാൽ ഒരു ആയുസ്സിന്റെ സന്തോഷമാ. എത്ര തരം ആപ്ലിക്കേഷൻ എന്ന് പുതിയ ഡിസൈൻ. വീടേൽ ഒരു മനുഷ്യൻ പൊടിക്കുന്ന പൈസ 50 ലക്ഷം കയ്യിലുള്ള ക്രിസ്ത്യാനി 15 ലക്ഷത്തിന്റെ വീട് പണിതിട്ട് 35 ലക്ഷം അവൻ മാറ്റിവെക്കും. 20 ലക്ഷമുള്ള മുസ്ലിം 1 കോടിയുടെ വീട് പണിതിട്ട് 80 ലക്ഷം കടത്തിലായിട്ട് നടക്കും. അതാണ് നമ്മുടെ സ്വഭാവം. ഇത്രയും നിയമവും നിർദ്ദേശവും ഉണ്ടായിട്ട് തന്നെ ഇങ്ങനെ കോലം. ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ എന്തായാലും നമ്മൾ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് ജീവിതത്തിൽ ഈമാൻ വർദ്ധിപ്പിക്കണോ, നമ്മളൊന്ന് ആലോചിക്കണം. റമദാൻ അതിനുള്ള അവസരമാണ്. ഈമാന്റെ അനുരണനങ്ങൾ മധുരമാണത്, ആസ്വദിച്ചേ പറ്റൂ. മധുരം എന്ന് പറഞ്ഞാൽ എന്തുട്ടോ ഉസ്താദേ? മധുരം എന്ന് പറഞ്ഞപ്പോ മധുരം എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് പറയാൻ എനിക്ക് കഴിയില്ല. അത് അനുഭവിച്ചവനെ മധുരം എന്നാൽ മനസ്സിലാവൂ. ഈമാൻ മധുരമാണ്. മധുരം ആസ്വദിക്കുന്ന ഒന്നാണ്. അത് എത്ര കിട്ടിയാലും മടുപ്പ് വരുന്നില്ല. മധുരം ആസ്വദിക്കലാണ്. മധുരം വൈവിധ്യമാണ്. തേൻ കഴിച്ച മധുരമല്ല, മാമ്പഴം കഴിച്ചപ്പോ കിട്ടിയത്. നല്ല ഈത്തപ്പഴം സഫാവി, അതുപോലെ തന്നെ സുക്രി, നല്ല ഈത്തപ്പഴങ്ങൾ ഇങ്ങനെ കഴിക്കുമ്പോൾ അതിന്റെ മധുരമല്ല, തേൻ കുടിച്ചപ്പോൾ പഞ്ചസാരക്ക് ശർക്കരക്ക് കിട്ടിയ മധുരം. മധുരം ഇങ്ങനെ വൈവിധ്യം. ഓരോ മധുരങ്ങളും ഓരോ ടേസ്റ്റ്, എല്ലാം മൊത്തത്തിൽ മധുര. ഈമാൻ 70 മധുരമാണ്. അതിന്റെ താഴത്തെ മധുരം റോഡിലെ തടസ്സം നീക്കിയപ്പോൾ മനസ്സിൽ കിട്ടിയ മധുരം. ഏറ്റവും വലിയ മധുരമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് നബിയേ മുഹമ്മദ് മുസ്തഫ. ഈ മധുരം നമുക്ക് നുകരാൻ കഴിയുന്നുണ്ടോ? 3 അടയാളമുണ്ട്. സലാസും മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ. 3 അടയാളം. ഒന്നാമത്തേത് മൻ കാനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ഏറ്റവും പ്രിയപ്പെട്ടത് അല്ലാഹുവും അവന്റെ റസൂലുമാണെന്ന് ഒരാൾ പറയുന്നു. അങ്ങനെയുള്ളോടത്ത് അവന് ഈമാന്റെ മധുരമുണ്ട്. എത്ര വലിയ സന്തോഷത്തിലും അവൻ സമയബന്ധിതമായി ഹയ്യ അലസ് സ്വലയെ പരിഗണിക്കുന്നു. ഈമാന്റെ മധുരമാണത്. രണ്ടാമത് പറഞ്ഞു ഒരാളോടുള്ള നമ്മുടെ സ്നേഹബന്ധമുണ്ടല്ലോ,
അള്ളാന്റെ പൊരുത്തം കിട്ടണമെന്ന ലക്ഷ്യം മാത്രമല്ലാതെ അവന്റെ കയ്യിലുള്ള ചില്ലറ കിട്ടാനല്ല. ഇഖ്ലാസോട് കൂടെ ഒരാളോട് സ്നേഹം പങ്കിടാൻ കഴിഞ്ഞാൽ ഈമാന്റെ മധുരമാണ്. അത് നമുക്ക് നമ്മുടെ ഭാര്യയോടാവാം, ഭാര്യക്ക് ഭർത്താവിനോടാവാം. ഇഖ്ലാസോട് കൂടിയ സ്നേഹം. മിഅ്റാജിന്റെ യാത്രയിൽ കണ്ട ഒരു ഞെട്ടിക്കുന്ന കാഴ്ചയുണ്ട്. അല്ലാഹു കാക്കട്ടെ. മുന്നിൽ ചൂട് വമിക്കുന്ന ഭക്ഷണം വച്ചിരിക്കാം. വിശപ്പുള്ള കുറെ ആളുകൾ അവിടെ അതിന്റെ ചുറ്റിലുണ്ട്. കുറച്ചപ്പുറത്തേക്ക് മാറ്റി ചീഞ്ഞളിഞ്ഞ ദുർഗന്ധമുള്ള ഭക്ഷണം വച്ചിരിക്ക. മുന്നിലുള്ള ചൂടുള്ള ഭക്ഷണത്തിന്റെ രുചികരമായ വാസന കൊണ്ട് മൂക്ക് വീർപ്പ് മുട്ടുകയാ. എന്നിട്ടും അത് എടുക്കാൻ കഴിയാതെ അപ്പുറത്തേക്ക് മാറ്റി വച്ചിരിക്കുന്ന ഭക്ഷണത്തിലേക്ക് ചാടി ചാടി വീഴുന്ന ഈ വിശപ്പുകാരെ ചൂണ്ടിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, മൻ ഹൗലാഇ യാ ജിബ്രീൽ, ആരാണ് ജിബ്രീലേ ഇവർ? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ, ഇവർ അങ്ങയുടെ സമുദായത്തിലുള്ളവരാ. ഹലാലായ ഭാര്യ ഉള്ളപ്പോ, ഹലാലായ ബന്ധത്തിലെ ഭർത്താവുള്ളപ്പോ അവിടെ തോന്നാത്ത അനുരാഗം, പ്രണയം അപ്പുറത്തേക്ക് പങ്കുവച്ചവരാ ചീഞ്ഞളിഞ്ഞ ഭക്ഷണം കഴിക്കാൻ ആർത്തി കൂട്ടുന്നത് നബിയേ. ഹറാമിലേക്ക് പോയവരെന്ന് സയ്യിദുനാ ജിബ്രീൽ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഈമാന്റെ അടയാളമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരോട് നമുക്ക് ആത്മാർത്ഥമായ സ്നേഹം തോന്നാം. മൂന്നാമത് പറഞ്ഞു, ഒരു തെറ്റ് ചെയ്തപ്പോൾ ആ തെറ്റിനെ വേണ്ടാന്ന് വെച്ച് തിരിച്ചു പോന്നു. ഇനി ഞാനത് ചെയ്യൂല. ആ തീരുമാനം താൻ മുമ്പൊരിക്കൽ തീ പൊള്ളലേറ്റപ്പോ ഇനി ആ തീ കൊണ്ട് പൊള്ളൂല എന്ന് ഭയന്ന് വന്ന തീരുമാനം പോലെ തീവ്രമാക്കാൻ കഴിഞ്ഞവന് മാത്രമാണ് ഈമാന്റെ അടയാളം. സയ്യിദുനാ റസൂലുള്ളാഹി. ഒന്ന് പൊള്ളിയതാ, ഇനി അങ്ങനെ കാണിച്ച പൊള്ളുമെന്നതറിയാം. അതിൽ നിന്നും എത്രമാത്രം നമ്മൾ സൂക്ഷിക്കുന്ന ആത്മാർത്ഥത ഉണ്ടോ, ആ ഒരു സൂക്ഷ്മതയുടെ ആത്മാർത്ഥത. ഒരു തെറ്റ് ഞാൻ ചെയ്തതാ, ഇനി ഞാനത് ചെയ്യൂല എന്ന തീരുമാനത്തിൽ നമുക്ക് എടുക്കാൻ കഴിയുന്നുവെങ്കിൽ അത് ഈമാന്റെ അടയാളം, ഈമാന്റെ മധുരം കിട്ടിയാൽ കാണുന്ന അടയാളം എന്ന മൂന്നാമത്തെ അടയാളം സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.